ഹലോ ഗായ്സ്, ഇന്ന് സ്റ്റോറി വീഡിയോ ഒന്നുമില്ല. പകരം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ട്രെയിനത്തെ ഗെയിമില്ലേ, അത് കുറച്ച് ഗ്ലിച്ചൊക്കെയാണ് ഈ പറഞ്ഞുതരാൻ പോണേ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ ഗ്ലിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ. ഇത് കാണിച്ചേ ചേട്ടാ, പെട്ടെന്ന് വരും, ഞാനൊരു സാധനം കാണിച്ചു തരാം. നമുക്കൊരു കാര്യം ചെയ്യും, ചേട്ടനെ വിളിച്ചിട്ട് കാണിച്ചു തരാം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്താണ് ഇപ്പം കാണിച്ചു തരാം. എവിടെ ചേട്ടൻ? എന്താ ഈ ചേട്ടൻ നിൽക്കണേണ്ടോ? അത് മണ്ണിൻ്റെ അടിയിലല്ലേ നിൽക്കണം. അതേപോലെ നമുക്ക് നിൽക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു ലംബോർഗിനി സ്പോൺ ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സ്പോൺ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ലംബോർഗിനി സ്പോൺ ചെയ്യണം. കേസ് അങ്ങനെ ആഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലംബോർഗിനി സ്പോൺ ചെയ്തിട്ട് ചേർത്ത് നിർത്തണം. കേസ് ഇവിടെ ആയിട്ട് ചേർത്ത് നിർത്തണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ഇപ്പോൾ കണ്ടോളൂ കേസ്, ഇതുകൊണ്ടില്ലേ, അവർ നടക്കണ പോലെ നമുക്ക് നടക്കാൻ പറ്റും. നമ്മളിതേ മണ്ണിൻ്റെ അടിയിലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടില്ലേ, സീനാണ് ഗൈസ്. പിന്നെ മിത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. എനിക്ക് കുറച്ച് മിത്തൊക്കെ ആകെ അറിയുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം എന്തെങ്കിലും മിത്തുണ്ടെങ്കിൽ. ഗൈസ് അടുത്തതെന്ന് പറയണത്, നിങ്ങൾ എന്താണ് ഇവിടെ ലംബോർഗിനി സ്പോൺ ചെയ്യുക. ഈ ലംബോർഗിനി സ്പോൺ ചെയ്യും. ഇഷ്ടപ്പെട്ട വണ്ടി സ്പോൺ ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടി സ്പോൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? വണ്ടിയിൽ കയറുക, ക്യാമറ മാറ്റുക. ഗൈസ് ഇതുണ്ടല്ലേ, ഇവിടുത്തെ വെള്ളമൊന്നും കാണാതായി ഗൈസ്. ക്യാമറ മാറ്റിയാൽ പിന്നെ കാണും. ക്യാമറ വേറെ ആക്കിയാൽ പിന്നെ കാണില്ല. അല്ല, കാണും. ക്യാമറ ഇങ്ങനത്തെ ആക്കിയാൽ കാണില്ല. അങ്ങനെയാണ് ഗൈസ്. വേറെ ഗ്ലിച്ചിലോട്ട് പോവുക ഗൈസ്. ഇതായിരിക്കും നല്ലത്. അടുത്ത ഗ്ലിച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ഗ്ലിച്ച് ഒരു R15 സ്പോൺ ചെയ്യുക. എന്നിട്ട് 9129 അടിക്കുക. ഇൻഫിനിറ്റി ഹെൽത്ത് അടിക്കണം. എന്നിട്ട് സ്കൈഫോൾ അടിച്ചിട്ട് അപ്പം തന്നെ വണ്ടിയിൽ കയറുക. സ്കൈഫോൾ അടിച്ചിട്ട് അപ്പം തന്നെ വണ്ടി കയറണം. 1120 അടിക്കുക. എന്നിട്ട് അപ്പം തന്നെ വണ്ടി കയറുക. ഇത് കണ്ടില്ല ഗൈസ്, ആളിതേ മേലെയൊക്കെ ഇരിക്കണേ. ആളിനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഗൈസ് ആളിനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇത് കണ്ടില്ല, ക്യാമറ മാറ്റിയപ്പോൾ ആളിൻ്റെ മുഖമായി. ഇതുകൊണ്ട് ഈ ആളിൻ്റെ കാല് കണ്ടു. ഞാൻ അവിടെ ഒരു ആരോ മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്താ കണ്ടില്ലേ, ഇവിടെ ആളുടെ കാലിരിക്കുന്നുണ്ട്. എന്നിട്ട് മോനെ സീന് ഗ്ലിച്ചാണ് ഗൈസ്. അടുത്ത ഗ്ലിച്ച് എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജുറാസിക് പാർക്കിൽ പോകണം. അതെന്തോ ഗ്ലിച്ചാണല്ലോ. അയ്യോ ഗൈസ്, വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അയാളിതേ ബാക്കി പോയിരുന്നു. അയ്യോ, ഇയാളിതേ എവിടെ വീണു. ഗൈസ് എന്താ ഗ്ലിച്ചെന്ന് വെച്ചാൽ, അയ്യോ ഞാൻ ആ ഗ്ലിച്ച് മറന്നല്ലോ. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് ഗൈസ്. എനിക്ക് ഈ ഗ്ലിച്ച് ഓർമ്മയില്ല ഗൈസ്. ഞാൻ അന്നൊരിക്കൽ ട്രൈ ചെയ്ത ഗ്ലിച്ചാണ്. ഇപ്പം എനിക്ക് ആ ഗ്ലിച്ച് ഓർമ്മയില്ല, ഒന്നുമില്ല. അയ്യോ, എപ്പോഴെങ്കിലും വണ്ടിയിൽ കയറാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ ഗ്ലിച്ച് ഓർമ്മയില്ല. പിന്നെ വേറെ ഗ്ലിച്ച് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സ്പോൺ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു മഹീന്ദ്ര താറാണ് സ്പോൺ ചെയ്തത്. വേറെ ഗ്ലിച്ച് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാർ എടുക്കുക. ഞാൻ ഇവിടെ ഒരു മഹീന്ദ്ര താറെടുത്തത്. താറെടുത്തിട്ട് നമ്മളൊരു ബിൽഡിംഗ് ഇല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡിങ്, ഏത് ബിൽഡിംഗ് ആയാലും കുഴപ്പമില്ല. അയ്യോ, ഇയാളുടെ ഒരു പ്രാന്ത്. പെട്ടെന്ന് അടിക്കടോ, സമയമുണ്ട്. അല്ല, സമയമില്ല ഗൈസ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മഹീന്ദ്ര താറില്ലേ, ഏതെങ്കിലും ഒരു കാർ എടുത്ത് ബിൽഡിങ്ങിൻ്റെ ചേർത്ത് നിൽക്കാണ്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മളതേ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പോയി. സീന് ഗ്ലിച്ചാണ്. പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കാര്യമാണ് ഗൈസ്, ഒന്നുമില്ല. നമുക്കൊരു കാര്യം അടുത്ത ഗ്ലിച്ച് പറഞ്ഞുതരാം. അടുത്ത ഗ്ലിച്ച് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലെയർ മോഡ് പോലത്തെ ഒരു ഗ്ലിച്ചാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സ്പോൺ ചെയ്യാം. ഞാൻ എന്താ ഇവിടെ ഒരു സൂപ്പർ സ്പോൺ ചെയ്തു. അനങ്ങാനേ പാടില്ല ഗൈസ്. അവിടെ നിന്ന് അനങ്ങാനേ പാടില്ല. എന്നിട്ട് അവിടെ നിന്ന് തന്നെ 2 വണ്ടിയിലും കയറുക. മേലത്തെ വണ്ടിയിൽ കയറുക. ഇട്ടുണ്ടല്ലോ ഗൈസ്, 2 സൂപ്പറും ഒരേ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് വണ്ടി നിറങ്ങുക. അയ്യോ, അതിപ്പോൾ എന്താ സംഭവിച്ചേ? നമുക്ക് വണ്ടി നൈസായിട്ട് ഇങ്ങനെ തിരിക്കുക ഗൈസ്. നമുക്ക് ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടില്ല, ആ വണ്ടി ഇതേ പോണു ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതൊരു മൾട്ടിപ്ലെയർ മോഡ് പോലെയാണ്. നമുക്ക് ക്യാമറ മാറ്റിയത് തന്നെ. ഇതേപോലത്തെ വേറെ ഒരു ഗ്ലിച്ച് ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നമുക്ക് ആ പെണ്ണിനൊക്കെ പോയി ഇടിക്കുക. അതായിരിക്കും നല്ലത്. അശ്ശോ, കറക്റ്റായാൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ആ പെണ്ണ് ചത്തു. എനിക്ക് ഈ ഔഡീനും അങ്ങ് ഇടിക്കുക.
ഓ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതേപോലത്തെ വേറെ കളിച്ചുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓ ഇയാൾക്ക് വല്ല പണിയില്ലേ, വെറുതെ താഴെ വീഴുന്നു. ഒരു ക്യാരക്ടറാണവേ. ഒരു കാര്യം ചെയ്യാം, ഇതേപോലത്തെ അടുത്ത കളിച്ചുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അയ്യോ അറിയാണ്ട് നമ്പർ മാറിപ്പോയല്ലോ. ഞാൻ എന്താ ഇവിടെ ഒരു സൂപ്പർ സ്പോൺ ചെയ്തു, പിന്നെ ഒരു കവാസാക്കി നിഞ്ചയാണ് സ്പോൺ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോൺ ചെയ്യുക, നിങ്ങൾക്ക് 2 വണ്ടി ഇഷ്ടപ്പെട്ട സ്പോൺ ചെയ്യുക. എന്നിട്ട് മേലയിൽ കയറുക. ഇതെന്താ കയറാൻ പറ്റാത്ത, ബൈക്കിൽ അല്ല 2ലും കയറാനുള്ള ഓപ്ഷനിൽ കയറുക. അത് കയറാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം അടുത്ത അടുത്ത ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു താഴ്ന്ന വണ്ടിയാണ് സ്പോൺ ചെയ്തത്, ലംബോർഗിനിയും കവാസാക്കിയും. എന്നിട്ട് ഈ വണ്ടിയുടെ മേലെ കയറുക, എന്നിട്ട് 2ലും കയറാനുള്ള ഓപ്ഷനിൽ ഇരിക്കുക. ഗൈസ് 2 വണ്ടി ഒപ്പം കൺട്രോൾ ആവും. ഗൈസ് ഇയാളെന്ത് ഇങ്ങനെ ഇരിക്കണേ, ഗൈസ് ഇയാൾ കോമഡി പോലെ ഉണ്ട് ഇരിക്കണത് കാണുമ്പോൾ. ഇനി ക്യാമറ മാറ്റിയാൽ നിങ്ങൾക്ക് കാറിൻ്റെ ആയിരിക്കും, പിന്നെയും ക്യാമറ മാറ്റിയാൽ ബൈക്കിൻ്റെ ആയിരിക്കും. അല്ലാണ്ട് ഈ ആളിൻ്റെ മോന്തത്തെ ക്യാമറ വരില്ല. നമുക്ക് ഇനി അടുത്ത ക്ലിച്ച് നോക്കണം. ആദ്യം ഒന്ന് ഓടിച്ച് കഴിയട്ടെ, എന്നിട്ട് അടുത്ത ക്ലിച്ച് നോക്കാം. അടുത്ത ക്ലിച്ച് എന്ന് പറയണത് നമ്മുടെ പഴയ വീട്ടിലാണ്. നമുക്കൊരു അല്ല പുതിയ വീട്ടിൽ പോവുക. പുതിയ വീട്ടിലാണ് അടുത്ത ക്ലിച്ച്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലംബോർഗിനി ഇവിടെ കിടക്കണ്ടല്ലോ. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജെറ്റ് പാക്ക് സ്പോൺ ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണം ഈ ക്ലിച്ച്. ജെറ്റ് പാക്ക് സ്പോൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ ഇയാളിങ്ങനെ പ്രാന്ത് പോലെ കാണിക്കും. പക്ഷെ അതൊന്നും നിങ്ങളൊരു വിഷയമാക്കണ്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോവുക. നമുക്ക് എത്ര ഹൈറ്റിൽ നിന്ന് വേണമെങ്കിൽ താഴെ ചാടി ഒരു മാജിക് സംഭവിക്കും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോണ മാജിക്കാണ്. ഇതേ കണ്ടില്ലേ, ഇയാളിതേ എയറിൽ സ്വിമ്മിങ് ചെയ്യുന്നു. നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ എന്താണ് മാറ്റിയെന്ന് എനിക്കറിയാം. നിങ്ങൾ മതിൽ ചാടണം തോന്നുന്നു, എനിക്കറിയില്ല എങ്ങനെയാണ് തോന്നുന്നു. നോക്കി നോക്കാം. ഗൈസ് മതിൽ ഗൈസ് നൈസായിട്ട് ഞാൻ ഗെയിം ബാക്ക് അടിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് മതിൽ ചാടാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അടുത്ത ഗ്ലിച്ച് എന്ന് പറയുന്നത് നിങ്ങൾ സൈക്കിൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. സൈക്കിൾ വെച്ചിട്ട് ഒരു ഗ്ലിച്ചാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സൈക്കിൾ സ്പോൺ ചെയ്യും, നേരെ നിങ്ങളുടെ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടുക. ഓക്കെ ഗൈസ് നമ്മൾ ചാടിയുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയ്യോ ഞാൻ ആദ്യം ഇവിടേക്കൊക്കെ പോകണം. ബാക്കിലേക്ക് പോവുക, സൈക്കിൾ എടുത്ത് ബാക്ക് എടുക്കുക ഗൈസ്, നല്ലോണം ബാക്ക് എടുക്കുക ഗൈസ്. ഇതെന്താ ഗൈസ് വർക്കാവാത്തേ? നമുക്ക് അടുത്ത ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ആയിട്ടാണ് ഈ സൈക്കിൾ സ്പോൺ ചെയ്തത്. ഇത് ബഗ്, ഇതെന്ത് ബഗ്ഗാടാ ഇത്, വൃത്തിയോട്ട ബഗ്. നമുക്ക് ഈ സൈക്കിളിൽ അങ്ങ് കയറിയിട്ട് ബാക്ക് എടുത്തിട്ട് നല്ലോണം ബാക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേ ഇയാളിത് അങ്ങനെയാവും. ഇത് കണ്ടില്ലേ ഇയാൾ ഇരിക്കണത്, ഇതാണ് കേസ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്താ ഇയാൾ പോണില്ല ഗൈസ്, ഇതെന്താണ് കേസ്? ഒരു എൻ്റെ വണ്ടിയിലെങ്ങും കയറിയിരിക്കുക. സത്യം പറഞ്ഞാൽ എന്തിനും കയറിയിരിച്ചതെന്ന് എനിക്കറിയാം. നമുക്കൊരു എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ എൻ്റെ സ്വന്തം വീഡിയോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതിരിക്കണേ. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D മിത്ത് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് പറയാം, ഗ്ലിച്ച് ഉണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഗ്ലിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടാ, ഒന്ന് കമൻറ്റ് ചെയ്ത് വിട്ടേക്ക്.